ക്ലൈമാക്സ് സിനിമാസിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലുള്ള കണിയാപുരത്താണ്. ഇവിടെയാണ് ടീം ക്ലൈമാക്സ് ഒരു ഡെഡിക്കേറ്റഡ് ഹോം തിയേറ്റർ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു തിയേറ്ററിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. എൻ്റെ പേര് അരവിന്ദ്, ഞാനൊരു IT പ്രൊഫഷണലാണ്. ഇത് ഞങ്ങളിപ്പോൾ കൺസ്ട്രക്ട് ചെയ്ത വീടാണ്. 1.5 years എടുത്തു വീട് കംപ്ലീഷന് വേണ്ടി. സത്യം പറഞ്ഞാൽ ഇതൊരു റെനോവേറ്റഡ് ഹൗസാണ്. 25 years ആയ ഒരു വീട് ഞങ്ങൾ റെനോവേറ്റ് ചെയ്തെടുത്ത് അത്യാവശ്യം നല്ല മോഡിഫിക്കേഷൻ എല്ലാം വരുത്തി ചെയ്തൊരു വീടാണ്. ഞാൻ അത്യാവശ്യം മൂവീസും സോങ്സൊക്കെ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. ഡെയിലി മൂവീസ് കാണും. അങ്ങനെ അപ്പോൾ എൻ്റെ ഒരു തോട്ട് വന്നതെന്ന് പറഞ്ഞാൽ വീട് വയ്ക്കുന്നതിന് മുന്നേ തന്നെ എനിക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു, ഒരു തിയേറ്റർ സെറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തു ഒരുപാട്. ഏത് സ്പീക്കർ വേണം, എങ്ങനത്തെ ടൈപ്പ് പ്രൊജക്ടർ വേണം, എല്ലാം ഞങ്ങൾക്കൊരു മൈൻഡിലുണ്ടായിരുന്നു എങ്ങനെ വേണമെന്ന്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ഒരുപാട് ഡെമോസ് കണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത് തന്നെ. പക്ഷേ അവിടെ എല്ലാം എനിക്ക് വലിയ സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല. കാരണം എല്ലാം ഒരു ബാസ് ബൂസ്റ്റഡ് അറ്റ്മോസ്ഫിയറാണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് കുറേ കൂടി മൈന്യൂട്ടായിട്ടുള്ള സൗണ്ട്സ് എല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ ക്യാപ്ചർ ചെയ്യുന്ന ടൈപ്പ് സ്പീക്കേഴ്സാണ് ഞാൻ നോക്കിയത്. അതുമല്ല പ്രൊജക്ടറും എല്ലാം എനിക്ക് അത്രയും സാറ്റിസ്ഫാക്ഷൻ വന്നിട്ടില്ല, ഞാൻ കണ്ടതല്ല. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ് ക്ലൈമാക്സ് സിനിമാസിൻ്റെ പേര്. കുറച്ച് റിവ്യൂസ് അത്യാവശ്യം വായിച്ചായിരുന്നു. പിന്നെ അനന്തുവിനെ കോൺടാക്ട് ചെയ്തു ഫസ്റ്റ് തന്നെ. അപ്പോൾ എനിക്കൊരു ഫസ്റ്റ് ഇംപ്രഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു അനന്തു സംസാരിച്ചപ്പോഴെല്ലാം. അരവിന്ദ് സാറ് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഒരു ബ്രാൻഡ് കോൺഷ്യസ് ആയിരുന്നു. അതായത് അദ്ദേഹം ഒത്തിരി സ്ഥലങ്ങളിൽ ചെന്ന് ഡെമോ കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്തിരുന്നു. ശേഷമാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇനിഷ്യലി കോൺടാക്ട് ചെയ്യുന്ന സമയത്തായാലും നമ്മൾ ഈവൻ കൊട്ടേഷൻ കൊടുക്കുമ്പോഴായാലും അദ്ദേഹത്തിന് ഇന്നൊരു ബ്രാൻഡ് വേണം എന്നുള്ളൊരു താല്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ക്ലിപ്ഷിൻ്റെ സ്പീക്കർ പാക്കേജ് അദ്ദേഹത്തിന് സജസ്റ്റ് ചെയ്യും. ക്ലിപ്ഷിന് തന്നെ കംപ്ലീറ്റ് പാക്കേജായിട്ട് മുമ്പോട്ട് പോകാൻ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുകയായിരുന്നു. പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് സൈറ്റ് വിസിറ്റ് ആയിരുന്നു. അനന്തും ടീമും വന്ന് സൈറ്റ് വിസിറ്റ് ചെയ്തു, ഡയമെൻഷനൊക്കെ നോക്കി. അപ്പോൾ അനന്ത് സജസ്റ്റ് ചെയ്തതാണ്, നമുക്ക് അത്യാവശ്യം വലിയൊരു റൂമായിരുന്നു, ലെങ്തി ആയിട്ടുള്ള റൂമായിരുന്നു. അപ്പോൾ ആ ഒരു ഡയമെൻഷൻ പ്രൊപ്പോർഷൻ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് അനന്ത് സജസ്റ്റ് ചെയ്താണ് നമുക്ക് പാർട്ടീഷൻ ചെയ്ത് പകുതിയാക്കി നമുക്കൊരു 7 channel ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്. അരവിന്ദ് സാറ് നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് കൺസിഡറേഷൻസ് ഉണ്ടായിരുന്നു. സാറ് പറഞ്ഞ പോലെ തന്നെ ഇതൊരു വലിയൊരു റൂമായിരുന്നു. അപ്പോൾ ഒരിക്കലും ഒരു തിയേറ്ററിൻ്റെ പ്രൊപ്പോർഷൻ അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ റൂം പാർട്ടീഷൻ ചെയ്തിട്ടാണ്, ബോർഡ് വെച്ച് പാർട്ടീഷൻ ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ റൂം സൈസിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ഒരു റൂമിന് ഡയമെൻഷൻ എന്ന് പറയുന്നത് 17 feet ലെങ്ത്തും അതേപോലെ 10 feet വിഡ്ത്തുമാണ്. ഈ ഒരു തിയേറ്ററിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഡോൾബി അറ്റ്മോസ് 5.1.2 ആണ്. എൻ്റെ പേര് അരവിന്ദ്, എൻ്റെ ബ്രദറാണ്. തിയേറ്റർ എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലോ വീട്ടിൽ ഉണ്ടാവുക എന്നുള്ളത്. ക്ലൈമാക്സ് സിനിമാസിനെ പറ്റി ഒരു ദിവസം കാണാൻ വേണ്ടി, ഒരു ട്രയലിന് വേണ്ടി ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു എറണാകുളത്ത്. അപ്പോൾ അന്ന് അവിടെ ചെന്നപ്പോഴേ വി ആർ ഇംപ്രസ്ഡ്. ആ ഒരു സൗണ്ട് ക്വാളിറ്റിയും തിയേറ്ററിൽ നമ്മൾ എക്സ്പീരിയൻസ് ആ ഒരു നമ്മുടെ വീട്ടിലൊരു ചുരുങ്ങിയ ഇടത്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. എനിക്ക് ആ ഒരു ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. വീട് പാല് കാച്ചി ഒരു 20 seconds ഞാൻ ആദ്യമായിട്ട് തിയേറ്റർ ഞാൻ ഒറ്റയ്ക്ക് കയറി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അന്ന് രാത്രി ഒരു മൂവി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് മൈൻഡ് ബ്ലോയിങ്. ഒരു ഫുൾ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നമുക്ക് ആ തിയേറ്ററിൽ നിന്ന് കിട്ടുന്നത്. സൗണ്ട് ക്വാളിറ്റി ആയാലും അതുപോലെ തന്നെ പിക്ചർ ക്വാളിറ്റി എല്ലാം മൊത്തത്തിലൊരു ടോട്ടൽ പാക്കേജ് തന്നെയായിരുന്നു. എനിക്ക് ഈ സിനിമയിൽ ഡയലോഗ്സും സോങ്സിലെ ഡയലോഗ്സ് ആയാലും എനിക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതായത് നമ്മൾ കേൾക്കുന്ന സെയിം വോക്കിൽ തന്നെ അതേ ക്ലാരിറ്റിയോടെ കിട്ടണമെന്ന് എനിക്ക് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ അനന്തുവാണ് സജസ്റ്റ് ചെയ്തത് നമുക്ക് ക്ലിപ്ഷിലേക്ക് പോകാമെന്ന്. അപ്പോൾ അങ്ങനെ ക്ലിപ്ഷ് റെഫറൻസ് സീരീസിലേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടു. പിന്നെ പ്രൊജക്ടറിൻ്റെ കാര്യത്തിലായാലും ഞാൻ കുറച്ച് ഡെമോസ് ഉണ്ടായിരുന്നു. എല്ലാത്തിലും ഭയങ്കര ബ്രൈറ്റ് കളേഴ്സ് ആയിരുന്നു. റെഡൊക്കെ ഭയങ്കര ബ്രൈറ്റായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അനന്തുവിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അനന്തുവാണ് സജസ്റ്റ് ചെയ്തത് നമുക്ക് ബെൻകിലോട്ട് പോകാം, കാരണം കുറച്ച് നാച്ചുറൽ കളേഴ്സാണ് അതിൽ വരുന്നത്. ബാക്കി ബ്രാൻഡ്സ് കുറച്ച് ബ്രൈറ്റ് കളേഴ്സാണ്. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെടില്ല എന്ന് അനന്തുവിന് ഫീൽ ആയതുകൊണ്ടായിരിക്കും ഇതിലേക്ക് സജസ്റ്റ് ചെയ്തു. ആക്ച്വലി ചേട്ടൻ്റെ ഐഡിയ ആയിരുന്നു ഹോം തിയേറ്റർ സെറ്റപ്പ്. റിനോവേഷൻ്റെ ടൈമിൽ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞപ്പോഴും എനിക്ക് വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ലാസ്റ്റ് കണ്ടപ്പോൾ നമുക്ക് അതേ തിയേറ്റർ എഫക്റ്റ് തന്നെ ഉണ്ടായി. അപ്പോൾ ഒത്തിരി ഇഷ്ടമായത്. സിനിമാസായാലും ഞങ്ങളിവിടെ ടോപ്പ് ക്വാളിറ്റി ഏരീസ് പ്ലെക്സ് OD1 മിക്ക സിനിമാസ് ഞാൻ അവിടെ കാണാനാണ് ഞാൻ മാക്സിമം ശ്രദ്ധിക്കുന്നത്. അപ്പം ഒരു ഫുൾ ഓൺ ഒരു എക്സ്പീരിയൻസ് കിട്ടാനേ ഞാൻ എപ്പോഴും നോക്കാറുള്ളൂ. അപ്പം ഞാൻ ഇവിടെ വന്ന് ഞാൻ ആദ്യമായിട്ട് നോക്കിയത് ഡോൾബി അറ്റ്മോസ്. നമ്മളിപ്പോൾ സ്ട്രേഞ്ചർ തിങ്സ് അല്ലെ നെറ്റ്ഫ്ലിക്സ് സ്ട്രീം ചെയ്ത് അതിനകത്ത് ഡോൾബി അറ്റ്മോസ് ചാനലിലെല്ലാം 5.1 ചാനൽ അതിൻ്റെ ഒരു പ്രോപ്പർ ഒരു ചെറിയ മൈന്യൂട്ട് സൗണ്ട് വരെ നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ മ്യൂസിക് എക്സ്പീരിയൻസ് ചെയ്യുന്നത് AR റഹ്മാൻ പുള്ളിയുടെ മ്യൂസിക്കിൽ ഇൻഡെപ്ത് ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം അതുവരെ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു ഫുൾ ഇതിൽ കേൾക്കാൻ പറ്റി ആദ്യമായിട്ട്.
ഞാൻ ഇത്രയും ക്ലാരിറ്റിയിലോട്ടൊന്നും കേട്ടിട്ടില്ല. ലൈക്ക് നമ്മൾ ഈ സൗണ്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോസിൽ പോയി അങ്ങനെയുള്ളൊരു ഇത് കേൾക്കാനല്ലാതെ നമുക്ക് നമ്മളെ തിയേറ്ററിൽ നമ്മളെ വീട്ടിൽ അത്രയും ക്വാളിറ്റിയിൽ ഓരോ സൗണ്ടും കാര്യങ്ങളും കേൾക്കാൻ പറ്റുന്നത് വളരെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ ഫാമിലി ആയിട്ടിരുന്ന് മൂവീസ് വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം നമുക്കൊരു തിയേറ്റർ എഫക്റ്റ് തന്നെ ഫീല് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മൾ ഡിസൈൻ പ്രോസസ്സിലേക്ക് വരികയാണെങ്കിൽ എൻ്റെ മൈൻഡിലൊരു ത്രെഡ് ഉണ്ടായിരുന്നു. ഞാനത് അനന്തുവിന് ഡ്രോ ചെയ്ത് കാണിച്ചു. അപ്പോൾ അനന്തു എനിക്ക് ജസ്റ്റ് ഒന്ന് അതൊന്ന് എൻഹാൻസ് ചെയ്തൊന്ന് തിരിച്ചയച്ചു. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞ് 3D പോയി. 3D ഔട്ട്പുട്ട് തന്നു. 3D ഔട്ട്പുട്ടിൽ ചെറിയ കുറച്ച് നമ്മൾ ചേഞ്ചസ് വരുത്തി കാണുന്ന ഫൈനൽ ഔട്ട്പുട്ടാണ് ഇത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ച പോലെ തന്നെ വന്നു മൊത്തത്തിൽ. എനിക്ക് വേറൊരു റിക്വയർമെൻ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ലൈറ്റ് ഭയങ്കര ലൈറ്റിംഗ് ഒന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ്. അപ്പോൾ കുറച്ച് ഡിം ലൈറ്റാണ് പ്രിഫർ ചെയ്തത്. പിന്നെ കളർഫുള്ള് വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് ഒരു ലൈറ്റ് മതി. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ എനിക്ക് ലൈറ്റിങ്ങും എല്ലാം കിട്ടി. ഒരു കംപ്ലീറ്റ് ക്ലിപ്സ് സ്പീക്കർ പാക്കേജാണ് ഈ ഒരു ഡെഡിക്കേറ്റഡ് തിയേറ്ററിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രൊജക്റ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ബെൻക്യൂവിൻ്റെ തന്നെ TK710 എന്ന് പറയുന്ന ലേസർ പ്രൊജക്ടറാണ്. ഈ ഒരു ഡെഡിക്കേറ്റഡ് തിയേറ്ററിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന AVR എന്ന് പറയുന്നത് ഡെനോൻ്റെ AVR 1800H ആണ്. അതുപോലെ തന്നെ മീഡിയ പ്ലെയർ നമ്മൾ കൊടുത്തിരിക്കുന്നത് NVIDIA Shield TV Pro ആണ്. കമ്പൈൻഡ് വിത്ത് BenQ TK710. സ്ക്രീൻ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് 120 ഇഞ്ച് എലൈറ്റിൻ്റെ ഫിക്സഡ് ഫ്രെയിം സ്ക്രീനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സേബിൾ ഫ്രെയിം സീരീസ് വരുന്ന സ്ക്രീനാണ് നമ്മൾ ഈ ഒരു ഡെഡിക്കേറ്റഡ് ഹോം തിയേറ്ററിലേക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. മ്യൂസിക്കിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നമ്മുടെ അരവിന്ദ് സാർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ മ്യൂസിക്കിനും കൂടെ നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഒരു സ്റ്റീരിയോ പർപ്പസിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഫ്രണ്ടിൽ ഫ്ലോർ സ്റ്റാൻഡിങ് സ്പീക്കേഴ്സ് കൊടുത്തിരിക്കുന്നത്. അതും ക്ലിപ്ഷിൻ്റെ തന്നെ R600F എന്ന് പറയുന്ന റെഫറൻസ് സീരീസിലുള്ള സ്പീക്കേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സെൻട്രൽ ചാനലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ക്ലിപ്ഷിൻ്റെ തന്നെ RP50C ആണ്. സറൗണ്ട് സ്പീക്കേഴ്സായി കൊടുത്തിരിക്കുന്നത് ക്ലിപ്ഷിൻ്റെ തന്നെ CS16W ആണ്. അറ്റ്മോസിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ക്ലിപ്ഷിൻ്റെ 16CS-C2 എന്ന് പറയുന്ന മോഡലാണ്. ബേസിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് പോൾകോഡിയുടെ HTS10 എന്ന് പറയുന്ന സബ്വൂഫറാണ്. ഈ ഒരു 17-10 റൂമിലേക്ക് ഒരു ഡീപ്പ് ആൻഡ് പഞ്ചി ബേസ് നൽകാനായിട്ട് ഈ ഒരു സബ്വൂഫറിന് സഹായിക്കും. സൗണ്ട് ഔട്ട്പുട്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. മൂവീസ് ആണെങ്കിലും ആ ഒരു സറൗണ്ടും അറ്റ്മോസ്ഫിയറും എല്ലാം കറക്റ്റ് ഞാൻ ഉദ്ദേശിച്ച പോലെ കിട്ടി. പിന്നെ മ്യൂസിക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്റ്റീരിയോ എനിക്ക് 2 ടവർ സ്പീക്കർ നന്നായിട്ട് എനിക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് ഞാൻ ഉദ്ദേശിച്ച പോലെ. മൊത്തത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് വോക്കൽ ഡയലോഗ്സ് എല്ലാം ക്ലാരിറ്റി സെയിം അതേ ക്വാളിറ്റി വേണമെന്ന് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു, റിക്വയർമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ എനിക്ക് കിട്ടി. ഈ സൗണ്ട് ഔട്ട്പുട്ടിൻ്റെ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ അക്കോസ്റ്റിക്സ് ആണ്. അപ്പോൾ അത് ക്ലൈമാക്സ് സിനിമാക്സ് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓരോ ഫാബ്രിക് ആയാലും അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസ് ആയാലും ഫുൾ സൗണ്ട് പ്രൂഫിങ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വൺ ഓഫ് ദ മെയിൻ ഫാക്ടറാണ് ഈ ഒരു സൗണ്ട് ഔട്ട്പുട്ട് കിട്ടാൻ. ഈ ഒരു തിയേറ്ററിൻ്റെ അക്വസ്റ്റിക്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം 50+50 എന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഏകദേശം 50% വുഡൻ ഫ്ലാറ്റുകളും അതേപോലെ ബാക്കിയുള്ളൊരു 50% നമ്മൾ അക്വസ്റ്റിക് മെറ്റീരിയൽ ഫിൽഡ് വിത്ത് ഫാബ്രിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു തിയേറ്ററിൻ്റെ കളറും കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വുഡൻ ഫ്ലാറ്റ്സിൻ്റെ ആ ഒരു ബ്രൗൺ കോമ്പിനേഷനും ഫാബ്രിക് ഒരു ഗ്രേ ഷെയ്ഡുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഗ്രേ ഷെയ്ഡ് തന്നെയാണ് നമ്മൾ സീലിംഗിലും കൊടുത്തിരിക്കുന്നത്. സീലിംഗിലും ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ അക്വസ്റ്റിക് മെറ്റീരിയൽ ഫിൽഡ് വിത്ത് ഫാബ്രിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അരവിന്ദ് സാർ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും അദ്ദേഹത്തിന് തിയേറ്ററിൽ ഒരിക്കലും ഡയറക്റ്റ് ലൈറ്റിനോട് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സീലിംഗിലായാലും ഈവൻ വാൾസിലായാലും നമ്മളെല്ലാം പ്രൊഫൈൽ ലൈറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ഇട്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ LED ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നത്. അതൊരു മൂടി അല്ലെങ്കിൽ ഒരു തിയേറ്റർ അറ്റ്മോസ്ഫിയറിലേക്ക് എത്താൻ സഹായിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഫ്ലോറിലും അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്രീം ഷെയ്ഡാണ് നമ്മൾ അക്വസ്റ്റിക് ലഷ് കാർപ്പറ്റും കൊടുത്തിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ സാധിക്കും നമ്മൾ എല്ലാ തിയേറ്ററിലും ചെയ്യുന്ന പോലെ തന്നെ ഒരു ഫ്ലോർ സ്റ്റെപ്പ് റേസറും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡെഡിക്കേറ്റഡ് ഹോം തിയേറ്ററിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 8.5 lakhs ആണ്. ഈ ഒരു ഡെഡിക്കേറ്റഡ് ഹോം തിയേറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കേബിൾസ് എല്ലാം തന്നെ പ്രോഫിക്കോൾ എന്ന ബ്രാൻഡിൻ്റെയാണ്. ക്ലൈമാക്സ് സിനിമാസിൻ്റെ വർക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവർ ടീം എഫേർട്ടാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1.5 year ഇതിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട് അന്ന് തൊട്ട് ഇന്ന് ഫൈനൽ ഔട്ട്പുട്ട് വരെ അവരൊരു ടീമായിട്ടാണ് നിന്നെല്ലാം ചെയ്ത് കറക്റ്റ് ടൈമിൽ തന്നെ ഫുള്ള് തീർത്ത് തന്നു. ഞാൻ അതിലൊക്കെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. കറക്റ്റ് പ്രൊഫഷണൽ അപ്രോച്ചാണ് അവർ എല്ലാ കാര്യത്തിലും. ക്ലൈമാക്സ് സിനിമാസിൽ ഞാൻ കണ്ട ഡിഫറൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് ഡെമോസ് കണ്ടു. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ഇരുന്ന് കുറേ ഡെമോസ് ട്രിവാൻഡ്രത്തായാലും കൊച്ചിയിലായാലും കണ്ടു. പക്ഷേ എനിക്ക് അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുന്നതായാലും അതിന് കറക്റ്റ് ആൻസേഴ്സ് ഇവർക്ക് തരാൻ പറ്റി. കുറച്ചുകൂടെ പ്രൊഫഷണലാണ്. എല്ലാ കാര്യത്തിലും അവർക്ക് കുറച്ചുകൂടെ നോളജ് ഉണ്ട്. അപ്പോൾ അതാണ് ഇതിലേക്ക് ക്ലൈമാക്സ് സിനിമാസിലേക്ക് വരാനുള്ള കാരണം തന്നെ. വെരി സാറ്റിസ്ഫൈഡ് ആൻഡ് ബിഗ് താങ്ക്സ് ടു ക്ലൈമാക്സ് സിനിമാസ്.